പ്രിയ കൊച്ചുകുട്ടികളെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇത് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പേരൻസ് കാണാനുള്ള കുട്ടികൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി കുറച്ച് കൊച്ചു കാര്യങ്ങൾ വല്ലപ്പോഴൊക്കെ ഇടും. ഒന്ന്, ഇപ്പം പയ്യനാമണ്ണിൽ ഒരു പാറ ഇടിഞ്ഞു വീണ്, കോന്നി പയ്യനാമൺ, പത്തനംതിട്ട ജില്ല, പാറ ഇടിഞ്ഞു വീണ് 2 പേരാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടെന്ന് സമ്മതിച്ചു, രണ്ടാമത്തെ ജീവൻ രക്ഷിക്കാൻ ഇതുവരെ ആയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അത് ഇനി എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോഴേന്നൊരു വാക്കില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് രക്ഷിക്കപ്പെടും എന്നത്, അത് രക്ഷിക്കുന്ന ആളാരാ, ഏത് ഗ്രൂപ്പാണിത് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് NDRF. അപ്പോൾ NDRFൻ്റെ ഫുൾ ഫോം എത്ര കുട്ടികൾക്ക് പറയാൻ സാധിക്കും? ചിലപ്പോൾ PSCയുടെ ചോദ്യമായിട്ടൊക്കെ വരാൻ കേട്ടോ. കൊച്ചുകുട്ടികൾ മാത്രം ചിന്തിക്കേണ്ട, അല്ലാത്തവർക്കൂടെ ചിന്തിക്കാം. അതാണ് ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അപ്പം ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് തന്നെ ഉണ്ട്. ആലപ്പുഴ ജില്ലയ്ക്കകത്തല്ല, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ, ജമ്മു കാശ്മീർ 2 ഇടത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മഹാരാഷ്ട്ര 2 ഇടത്തുണ്ട്. ഓരോ സ്ഥലത്തും ഈ ഇതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ കേന്ദ്രമുണ്ട്. ഒരു IPS കാരനാണ് ഇതിൻ്റെ തലപ്പത്ത് വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF എന്നൊക്കെ ഇപ്പോൾ ന്യൂസിൽ കേൾക്കുമ്പം അത് എപ്പോഴും പ്രത്യേകം മനസ്സിലാക്കുക. പ്രകൃതി ദുരന്തത്തിൽ നിന്നോ മനുഷ്യ കേന്ദ്രീകൃതമാകുന്ന ദുരന്തം, അതായത് മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തത്തിൽ നിന്നോ മനുഷ്യരെ രക്ഷിക്കുന്നതാണ്, മനുഷ്യരെ നല്ല ജീവനെ രക്ഷിക്കുന്ന, ആ ജീവനെ രക്ഷിക്കുന്ന ഒരു ഫോഴ്സാണ് NDRF. ഇനി അടുത്തൊരു കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടുന്നത്, പയ്യനാമണ്ണിൽ ഇത് മനുഷ്യനുണ്ടാക്കിയ ഡിസാസ്റ്റേഴ്സ് ആണോ, ശിരൂരിൽ ഉണ്ടായൊരു അപകടം കർണാടക, അത് മനുഷ്യനുണ്ടാക്കിയ ഡിസാസ്റ്റേഴ്സ് ആണോ, അതോ പ്രകൃതി തന്നെ ദുരന്തമാണോ? ചൂരൽമല അതുണ്ടാക്കിയത് മനുഷ്യനാണോ അതോ പ്രകൃതിയാണോ? ചിന്തിക്കാൻ വിടുന്നു, കണ്ടുപിടിച്ചുള്ളൂ കുട്ടികൾ. ഇനി അടുത്തത് നിങ്ങളുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയണേ. അതായത് ഇനി അടുത്തത്, ഇപ്പം ട്രാൻസ്പോർട്ട് സമരങ്ങളൊക്കെ വല്ലതാ, ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സമരം വരുമല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് VLTD? ഇങ്ങനൊരു സാധനം ഉണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്തേക്കുണ്ട്. അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. മിക്കവാറുള്ള അത് എല്ലാ വാഹനം, പ്രത്യേകിച്ച് സ്കൂൾ വാഹനങ്ങളിൽ, പിന്നെ ജനം യാത്ര ചെയ്യുന്ന പ്രൈവറ്റ് വാഹനങ്ങളിൽ, ജനയാത്ര ചെയ്യുന്ന പബ്ലിക് വാഹനങ്ങളിൽ ഇത് വേണം. അപ്പോൾ VLTD ഒന്നുകൂടെ പറയാം, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. ഇതെല്ലാ വാഹനങ്ങളിലും ഉണ്ടാകണം. ഇതില്ല എന്ന് ചോദിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. ഇല്ലെങ്കിൽ അല്ലെ പോലീസിനുണ്ട്, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ നിൽക്കുന്ന ഹോം ഗാർഡിനുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇത് ഈ 2 വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം നോബൽ സമ്മാനത്തിന്, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് ഒരാളെ അർഹനാക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ, ഓക്കെ, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിൻ്റെ നേതാവിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിച്ചിട്ട് ഒക്കുമെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യണം, 9447309807. ഞാൻ പറഞ്ഞത് ആരാന്ന്, അങ്ങനെ ചെയ്യണം. രണ്ടാമത്, റഷ്യൻ പ്രധാനമന്ത്രിയുടെ വ്ളാഡിമിർ പുടിൻ, അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അല്ലെങ്കിൽ ഇന്നലകളിൽ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി, നമ്മുടെ ഗതാഗത മന്ത്രി ആരാ? കെ ബി ഗണേഷ് കുമാർ. കേരളം പോലല്ല മറ്റ് രാജ്യങ്ങൾ. തിരിച്ചെന്ത് പറഞ്ഞാലും അവരെ വേണമെങ്കിൽ, അത് റഷ്യയിലാണ് സംഭവിച്ചിരിക്കുന്നത്, തിരിച്ചെന്ത് പറഞ്ഞാലും അവരെ നിഷ്കരണം കൊല്ലും. അപ്പോൾ ആ മരിച്ച ഗതാഗത മന്ത്രിയുടെ പേരൂടെ എനിക്ക് അയച്ചു തരുമോ? നമ്പർ ഞാൻ തന്നല്ലോ. കുട്ടികളെ എടുക്കുക, ടേക്ക് എ ചലഞ്ച്, ദെൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ആൻഡ് ഗീവ് മീ ദ ആൻസർ. താങ്ക് യു. ജോൺസൺ കരൂർ.